മാമ്പഴ പായസം കഴിച്ച് നോക്കിയിട്ടുണ്ടോ? അസാധ്യ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 4 മാമ്പഴം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു പാക്കറ്റ് പാല്. 4 മാങ്ങ എടുത്തതിൽ 2 മാങ്ങേനെ ഞാൻ നന്നായിട്ടൊന്ന് പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 മാങ്ങേനെ ചെറുതായി കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോർമലായിട്ട് പായസം വെക്കുന്ന മെത്തേഡിൽ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ജവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ജവ്വരിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജവ്വരി ഇതേപോലെ ചേർത്തുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ജവ്വരിക്ക്. പായസത്തിൽ ജവ്വരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ജവ്വരിയും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പാലിൽ കിടന്ന് ഈ ജവ്വരി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ജവ്വരി നന്നായിട്ട് വെന്ത് വരുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മാമ്പഴം നമ്മൾ പൾപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ഈ ഒരു പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മാമ്പഴത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പഞ്ചസാര ഇതിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും മാങ്ങയും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനെടുത്ത മാങ്ങയ്ക്ക് അല്പം പുളിയുള്ളത് കൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പൾപ്പാക്കിയ മാങ്ങേനെ നമ്മൾ പാലിലേക്ക് അതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാരയും മാങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മാങ്ങയ്ക്ക് ആ പുളിപ്പൊക്കെ മാറി നല്ല മധുരം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ മാങ്ങ പൾപ്പാക്കിയതിനെ നമ്മൾ ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ആ മാങ്ങ നന്നായിട്ട് പാലിൽ സെറ്റായി വരുന്നവരെ ഇളക്കി യോജിപ്പിക്കണം. പായസത്തിൻ്റെ ടേസ്റ്റ് എപ്പോഴും ഇളക്കുന്നതിലാണ്. അപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡിയാവും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മാമ്പഴം പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്